നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയുക എന്നത് നമ്മൾ പ്രതികരിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് മലയാളി പൊതുവായിട്ട് എല്ലാ വിഷയങ്ങളോടും പ്രതികരിച്ച് കാണാറുണ്ട്. അത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പ്രതികരിക്കുമ്പോഴാണ് അത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ഏതറ്റം വരെ ഏത് കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കാമെന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് അധിഷ്ഠിതമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയ തോതിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അത്തരത്തിൽ വന്ന വലിയ ചർച്ചകളിലൊന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൊതു രംഗത്തത് വലിയ ചർച്ചകൾക്ക് വിധേയമായിരുന്നു. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് മലയാളത്തിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ്റെ മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടിയിൽ അദ്ദേഹം ഈ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു യാത്രക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നതൊക്കെ നുണയാണെന്നും അദ്ദേഹത്തെ ആരും ഫോളോ ചെയ്യരുത് എന്നുമൊക്കെ ഉള്ള രീതിയിൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ധാരാളം ആളുകളൊക്കെ അങ്ങനെ പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലാണ് ആ വലിയ ചർച്ചകൾ ഉണ്ടായത്. ഒരു യാത്രക്കാരൻ എന്ന നിലയ്ക്ക് സന്തോഷ് ജോർജ് കുളങ്ങര മലയാളിയുടെ മുന്നിൽ ലോകത്തെ കാണിച്ചു കൊടുത്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് അദ്ദേഹം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഭൂരിപക്ഷം പ്രേക്ഷകരുടെ അഭിപ്രായം അതുതന്നെയായിരിക്കും. എന്താണ് ഇങ്ങനെയുള്ള ഒരു പ്രതികരണം, മലയാളി ഇത്തരത്തിൽ പ്രതികരിച്ചു തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പ്രശസ്ത മൈൻഡ് പവർ ട്രെയിനർ കൂടിയായിട്ടുള്ള ലോകപ്രശസ്തനായിട്ടുള്ള ട്രെയിനർ കൂടിയായിട്ടുള്ള ഡോക്ടർ പി വിജയൻ സാറുമായിട്ട് നമ്മളിന്ന് സംസാരിക്കുന്നത്. സർ, ഈ ഒരു വിഷയത്തിൽ ഈ ഒരു നടൻ അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങേക്കറിയാം സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ഒരാളുകൾ അങ്ങ് പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ലോകത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് മനസ്സിൻ്റെ ഭാഷ എന്നത് ഇമേജുകളാണ് എന്നിരിക്കെ ലോകത്ത് ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരാൾ. അപ്പം ലോകത്തിൻ്റെ നല്ല കാഴ്ചകൾ മാത്രമല്ല ചീത്ത കാഴ്ചകളുമുണ്ട്. ആ ചീത്ത കാഴ്ചകൾ നമ്മൾ ഇങ്ങനെയൊക്കെ മാറേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണോ? മിസ്റ്റർ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പല സംസാരങ്ങളും പലപ്പോഴും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അത്രയും രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ 65 രാജ്യങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വിസിറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ വിസിറ്റ് ചെയ്ത രാജ്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത്, ഇപ്പം ഞാൻ പോയി കണ്ട കാര്യങ്ങളും ഇല്ലെങ്കിൽ ഞാൻ ആ സംഭവം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് വോളിയം ബുക്സ് വരും, അത്രയും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു എന്താണ് നിഷ്പക്ഷമായിട്ടൊരു റിസർച്ച് നടത്തിയിട്ടാണ് പറയുന്നത്. യാത്രാവിവരണങ്ങൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അക്കാഡമിക് സൈഡിലും തന്നെ ആ രാജ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ്, നല്ലപോലെ പഠിച്ചിട്ടാണ്. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്ക് അതിനെക്കുറിച്ച് ഒരു അപ്രിസിയേഷനുള്ള, അതിനെക്കുറിച്ച് നല്ല വ്യക്തമായി പഠിച്ചിട്ട് റിസർച്ച് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരുപാട് യാത്ര ചെയ്യണം, വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം ഒരുപാട് യാത്ര ചെയ്യണം. നമ്മളിങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഗ്രി എടുക്കുന്നത് കഴിഞ്ഞും പ്രധാനമാണ് ഒരു രാജ്യമെങ്കിലും പുറത്തൊരു രാജ്യമെങ്കിലും വിസിറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന സേവനം, അദ്ദേഹത്തിന് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് നമ്മുടെ കൺസേൺ അല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവനത്തിനകത്ത് അദ്ദേഹം ചെയ്യുന്ന ഓരോ രാജ്യത്തെക്കുറിച്ചും നമുക്കൊരു എന്താണ് ചുമ്മാ റോഡ് കാണിക്കുകയോ ഇല്ല അവിടെ നടക്കുന്ന ആൾക്കാരെ നോക്കുന്ന അത് മാത്രമല്ല, നമുക്കൊരു പഠിക്കാൻ കാര്യമായിട്ടൊരു പാഠപുസ്തകം പഠിക്കുന്നത് പോലെ തന്നെ ചില മേഖലകളൊക്കെ കാണിച്ചു തരുമ്പോൾ നമ്മുടെ നാട്ടിലെ ആലപ്പുഴയും മറ്റ് പ്രദേശങ്ങളൊക്കെ ഈ രീതിയിൽ വികസിപ്പിച്ചിരുന്നെങ്കിൽ എന്ത് സാധ്യതകളാണ് ഉള്ളത് എന്ന് ഒക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ വലിയ പൈസയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ യാത്രാ വിവരണങ്ങളും നമ്മുടെ മലയാളികൾ ഒത്തിരി പേര് കണ്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുപാട് പ്രത്യേകിച്ച് സ്റ്റുഡൻസ്. പിന്നെ നമ്മൾ വിദേശയാത്രയ്ക്ക് വേണ്ടി പോകുന്നവരോ ഇല്ലെങ്കിൽ വിദേശത്തേക്ക് നമ്മൾ പോകാനായിട്ട് പഠിക്കാൻ പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവം പിന്നെ തന്നെയല്ല, എനിക്ക് തോന്നുന്നത് രാജ്യങ്ങൾ കണ്ട് ഒരു കമ്പാരിറ്റീവ് നോളജ് വന്ന് ചില കാര്യത്തിലേക്ക് വളരെ ഷാർപ്പായിട്ടാണ് ആൻസർ പറയുന്നത്. അപ്പോൾ അതിനൊരു അത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനാണ്. ഞാൻ പറഞ്ഞില്ല 65 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഞാൻ ഇദ്ദേഹമായിട്ട് ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളെല്ലാം പ്രധാനമായിട്ട് ഞാനെല്ലാം മാക്സിമം വികസിച്ചിട്ടുള്ള രാജ്യങ്ങളിലാണ് പോയിട്ടുള്ളത്. എനിക്ക് കൂടുതൽ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളോ ആഫ്രിക്കൻ രാജ്യങ്ങളോ ഒന്നും പോകാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, വലിയ നീഡല്ലായിരുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ 54 രാജ്യങ്ങൾ ഇനി പോയി തീർക്കേണ്ടത് കിടക്കുകയാണ്.
അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അദ്ദേഹം തരുന്ന ഇൻഫർമേഷൻ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിനകത്ത് കയറിയിട്ടൊരു ആ മേഖലയിൽ ഇല്ലാത്ത ഒരാൾ കയറിയിട്ട് യാത്രാവിവരണങ്ങളുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരാൾ കയറിയിട്ട് അഭിപ്രായം പറയുന്നതിനകത്ത് ഒരു അന്തസ്സുമില്ല. ഓക്കെ, എന്നോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ യാത്രാവിവരണമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ പറയാം. കാരണം അത്രയും രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ നമ്മൾ ഈ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് UK എൻ്റെ ക്ലാസ് നടക്കുമ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോട്ടോക്കോളുണ്ട്. കാരണം ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസ് അവിടെ ഭയങ്കരമാണ്. എനിക്ക് വേണം എൻ്റെ ക്യാമറ കൊണ്ട് വെച്ച് എനിക്ക് തനിയെ ഷൂട്ട് ചെയ്യാം. അല്ല, പക്ഷേ പുറത്തൊരു ക്യാമറാമാനെ വിളിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ പേപ്പേഴ്സ് വേണം, കുറേ സന്നാഹങ്ങൾ വേണം, താങ്ങാൻ പറ്റത്തില്ല, അത്രയും ഇതാവും. അപ്പോൾ ഈ ഡാറ്റ പ്രൊട്ടക്ഷനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ UK നമുക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്തോടെ നമുക്ക് അതൊന്നും കോൺട്രവേഴ്സി ആകാതെ പ്രശ്നങ്ങളിൽ പെടാതെയൊക്കെ ഇദ്ദേഹം ഇത്രയും ഷൂട്ട് ചെയ്ത് നമുക്ക് സംഭവം തരുന്നത്. ഞാൻ എൻ്റെ പ്രോഗ്രാം തന്നെ ഷൂട്ട് ചെയ്ത് എനിക്ക് അപ്പോൾ അവിടുത്തെ നിയമങ്ങൾ പഠിച്ച് എവിടെയൊക്കെ എൻട്രി ചെയ്യാം, എവിടെയൊക്കെ എൻട്രി ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെയാണെന്ന് നിയമം പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വലിയൊരു പ്രോസസ്സാണ്. ഞാൻ അടുത്തിടെയാണ് അർമേനിയയിൽ പോയത്. പണ്ടത്തെ നമ്മൾ USSRന്റെ ഭാഗമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് പിന്നെ ഞാൻ അതിനു മുമ്പ് നോക്കിയപ്പം ഇൻ ബിറ്റ്വീൻ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു തീർച്ചയായിട്ടും എനിക്കത് ആ ഭാഗത്തേക്കുള്ളത് പൂർണ്ണമായിട്ടല്ലെങ്കിലും പക്ഷെ അത് ഈ കുറേ ഒരു ഇൻഫർമേഷൻ നൽകുന്നതായിരുന്നു. ഒരു പൊതുചിത്രം കിട്ടും. അതെ, ഞാനിപ്പോൾ പിന്നെ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ പെട്ടെന്ന് അർമേനിയയ്ക്കൊന്ന് പോകേണ്ടതായിട്ട് വന്നത്. അപ്പോൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് എനിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് അപ്പോൾ അത് ഈ ബാക്കിയുള്ളവരിടുന്ന പോലെ ഒരു കുറച്ച് അത് മാത്രമല്ല ഇടുന്നത്, പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇത് വിറ്റിട്ട് കുറച്ച് കാശുണ്ടാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടോ മലയാളിക്ക്? എന്താ അത്? ഞാൻ പറഞ്ഞാൽ ഇത് ഓരോരുത്തരുടെ പെർസെപ്ഷനാണ്, ഓരോരുത്തരും കാഴ്ചപ്പാടാണ്. മലയാളിയിൽ ഒരാൾ മെച്ചപ്പെട്ടു വരുന്നത് മറ്റൊരാളിന് പൂർണ്ണമായിട്ടും ഇഷ്ടമല്ല. ഈ ഒരു പ്രവാചകനെയും സ്വന്തം നാട് അംഗീകരിച്ചൊരു കാലഘട്ടം ഇല്ലല്ലോ. മലയാളി എന്ന് പറയേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയത് ഞാൻ ഈ പറഞ്ഞ ജപ്പാനിലും US ഒക്കെ ഒരുപാട് പോയതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത്. US ട്രെയിനിങ് എടുത്ത് കാശ് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് എന്നെ അവിടെ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ വൈ നോട്ട് കേരള? അപ്പോൾ പിന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിനയം കൊണ്ട് ചെല്ലും, ഇവിടെ ആരും അംഗീകരിക്കത്തില്ല. നമ്മുടെ ലോകം വലുതായി. എനിക്കൊന്ന് റോബിൻ ജെഫ്രിക്കാണ് ഇതിനെക്കുറിച്ച് ഒരു 200 വർഷം മുമ്പ് എഴുതി കഴിഞ്ഞു. അല്ലേ? കേരള അത് ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അതിനകത്ത് ഈ ഒരു സോഷ്യൽ ഔട്ട്ലുക്കും അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്, അതിൽ നിന്ന് കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ് നമുക്ക് പകർത്താൻ പറ്റുന്നത്. കാരണം അദ്ദേഹം ഈ രാജ്യങ്ങൾ മുഴുവൻ കണ്ടിട്ട് സൊല്യൂഷൻ ഒരു കാഴ്ച കാണുമ്പോൾ സൊല്യൂഷൻ ഇമ്മീഡിയറ്റ് വരികയാണ്. ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും കുറേ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്തിട്ട് വരുമ്പോഴേ ഇപ്പോൾ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഹോണടി. നമ്മൾ വളരെ മാന്യമായിട്ട് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയോ ഇല്ല വണ്ടിയുടെ പുറകിലിരുന്ന് പോവുകയായിരിക്കും. പക്ഷേ പുറകിലുള്ള വണ്ടി നിർത്താതെ ഹോണടിക്കും. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എബ്രോഡാണെങ്കിൽ മാസങ്ങളോളം ഹോണേ കേട്ടിട്ടുണ്ടാവില്ല. വണ്ടിയുടെ പുറകെ എഴുതി വെച്ചിട്ടുണ്ട് ഹോണടിക്കണം. അതെ, ആ ഒരു പ്രശ്നമാണ്. അത് നിയമപരമായിട്ട് അങ്ങനെ ചെയ്ത് അത് ചോദ്യം ചെയ്യാനും പറ്റില്ല. അല്ല, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോൺ അടിക്കുന്നത് ഒരു ഹോബിയാണ്. പക്ഷേ മറ്റുള്ളിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ അത്യാവശ്യ സമയത്ത് മാത്രമേ അവർ ഹോൺ ഉപയോഗിക്കത്തുള്ളൂ. ഹോബി എന്ന് പറയുന്നത് മാനസിക നില പ്രകടമാക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടുണ്ട്. അതെ, ഇച്ചിരി സ്ട്രെസ് വരുമ്പോഴൊക്കെ ചുമ്മാ ഹോൺ അടിച്ചു മനസ്സിന്റെ അവസ്ഥ. അപ്പോൾ അത് അവിടെ മനസ്സിന്റെ നിയന്ത്രണം തന്നെയല്ലേ അവസാനം വന്നു ചേരുന്നത്. മനസ്സ് ഒത്തിരി പൊള്യൂട്ടഡ് ആണ്. മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പൊള്യൂട്ടഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചെയ്യുന്നതെല്ലാം എന്താണ്, ഈ വൈദ്യുതങ്ങളെല്ലാം നമുക്ക് വരും, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടും. മനസ്സ് പൊള്യൂട്ടഡ്. അപ്പോൾ ഈ പൊള്യൂട്ടഡായ മനസ്സുകൊണ്ട് നോക്കും പെർസെപ്ഷൻ മാറിപ്പോവും, നല്ല പെർസെപ്ഷൻ ആയിരിക്കത്തില്ല. ഇപ്പം തന്നെ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കാര്യം പറഞ്ഞൊരു പ്രധാന റീസൺ എന്താണെന്നറിയോ? ഈ മോശം പെർസെപ്ഷൻ ഉള്ള ഒരാൾ നോക്കുമ്പം അതെന്തിനാ അയാൾ ഇങ്ങനെ പടമൊക്കെ പിടിച്ചുകൂടെ കൊണ്ട് കാണിക്കുന്നത്, എന്തിനാ വീഡിയോ കൊണ്ട് കാണിക്കുന്നത്? അത് അയാളുടെ ബിസിനസ് അല്ലേ എന്നാ ചിന്തിക്കുന്നത്. ഞാനിപ്പോഴും കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ പർട്ടിക്കുലർ ഈ ആക്ടർ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ വെള്ളത്തിൻ്റെ നടുവിലാണ് കിടക്കുന്നത്. ഞാൻ കേരളത്തിലൊരു ജില്ലയിൽ വെള്ളത്തിൻ്റെ നടുവിൽ ഒരു സൗകര്യങ്ങളില്ലാതെ ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കാത്ത, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഒറ്റപ്പെട്ട് അധികൃതരൊന്നും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എന്നുവെച്ചാൽ ദാരിദ്ര്യത്തെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്.
ഇല്ലായ്മയെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇല്ലായ്മയെ പ്രൊജക്റ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണോ പൊതുവായി നമുക്ക് ഈ മാറ്റങ്ങൾ വരാത്തത്? ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉള്ളിൽ കിടക്കുന്നു. നമുക്കൊരു വിക്ടിം മെൻറ്റാലിറ്റി കിടക്കുന്നതോടുകൂടി നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രധാനമായിട്ടും കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഞാനൊരു ഇരയാണെന്ന് സ്വയം വിചാരിക്കുക. അത് ഒരു ഇരവാദം പോലെയാണ്. അപ്പോൾ അങ്ങനെ അത് സ്ഥാപിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് സ്ഥാപിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു കാര്യം നോക്കിയാലേ, ഈ ഒരു കാര്യവും നമ്മൾ ഒരു മിസ്റ്റേക്കും ചെയ്യാതെ നടന്നു, കുഞ്ഞു മിസ്റ്റേക്ക് പോലും ചെയ്യാതെ, പക്ഷെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ശത്രുക്കളായി മാറും. ശരിയാണ്. ഇപ്പോൾ ഈ കൂടെ പഠിച്ചവരെയൊക്കെ നോക്കിയാൽ മതി, നമ്മളൊക്കെ സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ അവർക്കെന്തോ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരോട് എപ്പോഴും ഒരു ഈർഷ്യ, ഇഷ്ടക്കേടുണ്ട്. ഇഷ്ടക്കേടുണ്ട്. ആ ഒരു സംഭവം പൊതുവേ ഉണ്ട്. അതെ. പിന്നെ കണ്ടാൽ പലപ്പോഴും പൈസ അവൻ കണ്ടപ്പോൾ മിണ്ടാതായി എന്നൊക്കെ പറയുന്നത് ഈ സക്സസ്ഫുൾ ആളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ മിണ്ടാതായത് ഇവരാണ്. അതെ, അവരുടെ മനസ്സിൻ്റെ പെർസെപ്ഷനാണ്. ഓഹോ, അവർ കാണുന്ന രീതി. നമ്മളിങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് അല്ല നമ്മുടെ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് സാധനം കളയണം. ഒത്തിരി കളഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. എപ്പോഴാണോ നന്മയുള്ളവരെയും വിജയമുള്ളവരെയും അംഗീകരിക്കാൻ തുടങ്ങുന്നത് അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരിക. ഓക്കെ. അറിവുള്ളവൻ്റെ അടുത്ത് നമ്മൾ നമിക്കുക. അപ്പോൾ എങ്കിൽ മാത്രമേ അറിവിൻ്റെ ഭാഗം നമ്മളിലേക്ക് വരത്തുള്ളൂ. പണ്ടുള്ളവർ പറയാറില്ലേ, എപ്പോഴും താഴ്ന്ന സ്ഥലത്തിലേക്ക് നീരൊഴുകൂ എന്ന് പറയത്തില്ലേ? അപ്പോൾ എളിമയുള്ളവരിലേക്കും ഈ നന്മയുള്ളവർക്കും മാത്രമേ നന്മ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അംഗീകാരം നൽകിക്കൊണ്ട് തന്നെയാണ് സ്വയം അംഗീകാരം പിടിച്ചു പറ്റേണ്ടത്. അതെ, അംഗീകാരം നൽകുന്ന ഒരാൾക്ക് അയാൾ അംഗീകരിക്കപ്പെടും. അതെ, എപ്പോഴും ഗീവ് റെസ്പെക്റ്റ്. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ചോദിക്കട്ടെ, നമ്മുടെ വക്കീൽമാരൊക്കെ കോടതിയിലൊക്കെ കാണിക്കുന്ന എന്ത് ഡീസൻ്റായിട്ടാണ്. മറ്റേ ഇപ്പോൾ ജഡ്ജസ് എഴുതുമ്പോൾ പോലും എന്താണ് ലാൻഡ് കൗൺസിൽ ഫോർ ദ പെറ്റീഷനേഴ്സ്. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. വളരെ 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 റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്. കാരണം ഒരു വാക്ക് പോലും ആവശ്യമില്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള അതിൽ തന്നെയാണ് കോടതിക്ക് മുമ്പ് നിൽക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു സംഭവം. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ അവിടെ വെച്ച് അക്യൂസ് ചെയ്യുവാണെങ്കിൽ, കാരണമില്ലാതെ അക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരെല്ലാം പണ്ഡിതന്മാരല്ലേ? അതെ, നിയമവിദഗ്ധന്മാരല്ലേ അവിടെ ഇരിക്കുന്നത്. അവരെല്ലാം നമ്മളെ ചെറുതായിട്ടേ കാണുകയുള്ളൂ. അപ്പം അവരതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രട്ടേണിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ക്ലയൻറ്റിൻ്റെ കാര്യം വിജയിക്കണം, പക്ഷേ അവിടെ മോശം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം ശരിക്കും വിസ്ഡം ലഭിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? പറയാൻ പറ്റില്ല. അയാളുടെ വാക്കുകൾ സുഗന്ധപൂരിതമായിരിക്കും. അതെ അല്ലെ? മറ്റുള്ളവർക്കത് കേൾവിക്ക് പ്രയോജനപ്രദമായിരിക്കും. അല്ല, ഇദ്ദേഹം ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ഈ രാജ്യങ്ങളിങ്ങനെ ഒരുപാട് ഈ അലഞ്ഞ് നടന്ന സമയത്ത് അദ്ദേഹത്തിന് വേറെ എന്തൊക്കെയോ ബിസിനസ് ചെയ്ത് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. വലിയ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. പിന്നെ അല്ല, എന്തെല്ലാം സാധനം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. എന്തിനാ അലഞ്ഞ് നടന്നത്? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പല രാജ്യത്തും ഞാൻ നടന്നിട്ടുള്ളതുകൊണ്ട് ആ അലച്ചിലിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. നമുക്കിപ്പോൾ നല്ല സൗകര്യങ്ങൾ, ഇപ്പം ഞാൻ ചെല്ലുന്നതുകൊണ്ട് പറഞ്ഞാൽ അവിടെയുള്ള മലയാളികളെല്ലാം നമ്മളോട് സപ്പോർട്ടീവായിരിക്കും. ചില ആൾക്കാർ വണ്ടി കൊണ്ട് വരികയും വിളിച്ചുകൊണ്ട് പോവുകയും താമസിക്കാൻ സൗകര്യവും. എങ്കിൽ പോലും നമുക്ക് ഈ യാത്ര എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. നമുക്ക് എന്തെല്ലാം ആ സമയത്ത് ഇവിടെ ചെയ്യാൻ പറ്റുമായിരുന്നു. എത്ര വർഷമാണ് ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട് എത്ര വർഷമാണ് നമ്മൾ കളഞ്ഞിട്ടുള്ളത്. സന്തോഷ് ജോർജ് കുളങ്ങര ഒരു യാത്രക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കണ്ട ലോകം, ആ ലോകത്ത് വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൻ്റെ മാറ്റത്തിന് നിർദ്ദേശിക്കുന്ന ഒരു ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു സക്സസ്ഫുൾ ട്രെയിനർ എന്ന നിലയ്ക്ക്, ഒരു സക്സസ്ഫുൾ കോച്ച് എന്ന നിലയ്ക്ക്, ലോകത്തിൽ 68 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അങ്ങേക്ക് ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടല്ലോ? തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നതിനകത്ത് ഒരുപാട് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസിക് നോളജ്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളങ്ങനെ പോയി, ഇപ്പം ഞാൻ പോയിട്ടുള്ള രാജ്യത്ത് പോലും എനിക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് വരാനുള്ള ഒരു സംവിധാനം ഇല്ല. ഓക്കെ, നമ്മൾ മൊബൈലും ഒക്കെ ഉണ്ടെങ്കിൽ, ഈവൻ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നടക്കാതെ പോകും. അപ്പോൾ അതിനുവേണ്ടി തന്നെ പോയി ഒരാൾ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മുന്നേ അവതരിപ്പിക്കുന്നൊരു സാധനമല്ലേ? തീർച്ചയായിട്ടും. എപ്പോഴും ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ വെരി ഗുഡ് എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. ഡോക്ടർക്ക് അങ്ങനെ ഒരു നിർദ്ദേശം എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി ഡോക്ടറുടെ ഒരു യാത്രാനുഭവങ്ങൾ വെച്ചു. അല്ല, അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് അല്ലേ, ഒരുപാട്. ഇപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നോക്കുന്നതേ, നമ്മുടെ ഈ സഹോദരിമാർ യാത്ര ചെയ്യുമ്പോൾ
വെള്ളം കുടിക്കാറില്ല. ആ സ്ത്രീകൾ വെള്ളം കുടിക്കാറില്ല. കാരണം എന്താണെന്നറിയോ? ടോയ്ലറ്റിൻ്റെ പൊതു ശൗചാലയങ്ങളില്ല. അതെ, അത് ആകെപ്പാടെ ഇപ്പം ഈ പിന്നെ എന്താണ് പെട്രോൾ പമ്പുകളിൽ മാത്രം അങ്ങനെ ഒരു സൗകര്യം. കറക്റ്റ്. അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അത് ഹൈജീനിക് എന്ന് പറയാനും പറ്റില്ല. അത് ഹൈജീനിക്കൊക്കെയാണ്, എന്നാലും ഉള്ളതിൽ ഭേദമാണ്. അതായത് അത് ഈ പ്രൈവറ്റായിട്ട് വെഹിക്കിൾ ഉള്ളവരെ അവിടെ പോയിട്ട് ഇതുള്ളൂ. അതെ, അല്ലാതെ എല്ലാത്തവർക്ക് പോകാൻ പറ്റില്ല, ബസ്സിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് പൈസ വാങ്ങിച്ചോട്ടെ. ഇപ്പം നമ്മൾ പിന്നെ ജർമ്മനിയിലൊക്കെ പോവുകയാണെങ്കിൽ 2 യൂറോ എന്ന് പറഞ്ഞാൽ അറിയാലോ എത്ര രൂപ ഇന്ത്യയുടെ കണക്ക് കൂട്ടുമ്പോഴത്തേക്കും അത് കൊടുത്തിട്ടാണ് മിക്കവാറും എല്ലാ സ്ഥലത്തും നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ എല്ലാം നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ക്യൂ ആണ്. അതെ അല്ലേ? അതെ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ 2 രൂപ കൊടുത്ത് 5 രൂപ കൊടുത്തിട്ടാണെങ്കിൽ ക്യൂ ആണ് അവിടെ. അതെ അതെ. നമ്മളിപ്പോൾ ഇവിടെ എന്തായാലും ഒരു 10 രൂപയോ 20 രൂപയോ വാങ്ങിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അത്രയും ഫെസിലിറ്റി പിന്നെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഒരാളോട് 20 രൂപ വെച്ച് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് സൂക്ഷിക്കത്തില്ലേ? ഈ ഒരൊറ്റ കാര്യം കൊണ്ട് വെള്ളം കുടിക്കാതെ പോകുന്നു. അയ്യോ, സ്ത്രീകൾ ഒരുപാട് പേര് വെള്ളം കുടിക്കാതെ പോകും. അതെ, അവരുടെ അബ്ഡമൻ ഈ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലം ഒരുപാട് പ്രോബ്ലം അവർ അനുഭവിക്കുന്നുണ്ട്. കറക്റ്റ്. പുരുഷനുമായിട്ട് ഒത്തിരി മാറ്റം ഉണ്ടല്ലോ. അവർക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു പീരീഡ്സിൻ്റെ സമയത്തൊക്കെ അവർക്ക് ഇത് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കണം എന്തൊരു ഹൊറിബിൾ ആയിരിക്കുമെന്ന്. ശരിയാ. യാത്ര ചെയ്യാനായിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ നിർബന്ധിതമാവുകയാണ്. ശരിയാ. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുണ്ടാവും, ഈ ആരാധനാലയങ്ങളും മൈക്ക് വെച്ചുള്ള പരിപാടി അത് ലോകത്ത് ഒരിടത്തും കാണാറില്ല. ഗൾഫ് കൺട്രിയിൽ പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി കാണാറില്ല. പ്രത്യേകിച്ച് ഈ അമ്പലങ്ങളിൽ, ഈ പ്രത്യേകിച്ച് SSLC പരീക്ഷയൊക്കെ വരുന്ന സമയത്താണ് അമ്പലങ്ങളിൽ പാതിര കഴിയും ഭയങ്കര സൗണ്ടിൽ. അത് ഹിന്ദു ആരാധനയുടെ ഭാഗമല്ല. ഈ ഭയങ്കര പാട്ടൊക്കെ വെച്ച് കേൾപ്പിക്കുന്നു. പക്ഷെ എന്താണ് ഒരു ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിൽ ജീവിക്കണം. അപ്പം ധർമ്മം എന്താണെന്നെങ്കിലും പഠിപ്പിക്കാമോ? ഒരു 100 പേരെ അമ്പലത്തിൽ പോകുന്നവരെ വിളിച്ചിട്ട് ഒരു ഏതെങ്കിലും അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് റോബിൻ്റെ കാര്യം ചെയ്യും, ഈ ഹിന്ദു ആചരിക്കേണ്ട ഏറ്റവും വലിയ പ്രധാന സാധനം എന്താണ്? ധർമ്മമാണ്. അപ്പോൾ എന്താണ് ആ ധർമ്മം എന്നതിനെക്കുറിച്ച് ഒരു അമ്പലത്തിൽ വരുന്ന 100 പേരോട് ഒന്ന് ചോദിച്ചു നോക്കുക. അവരെന്ത് പറയുമെന്ന് നോക്കുക. ഓക്കെ, പറയുന്നവരുണ്ട്. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10% ആൾക്കാർ പോലും പറയൂല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പറയുമ്പോൾ ഇത്രയും മൈക്കൊക്കെ വെച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് മൈക്ക് കുറച്ച് വെച്ചിട്ടാണെങ്കിൽ ധർമ്മം എന്താണെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? അത് കൊടുക്കാതെ ഈ പാട്ട് കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ കഥകളി കേൾപ്പിക്കുക 2 മണിക്കൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ളവർക്കത് ശരിക്കും പറഞ്ഞാൽ അവർ ടോളറേറ്റ് ചെയ്യുന്നവരെ. പിന്നെ എല്ലാ മതത്തിനകത്ത് ഇതുണ്ട്, ഭയങ്കരമായിട്ടിതുണ്ട്. പക്ഷേ അത് ആബ്സല്യൂട്ട്ലി ഒരു പ്രൈവറ്റ് ഇതാണ്. പ്രൈവസിയെ ഖനിക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അത് ഉറങ്ങാൻ സമ്മതിക്കാതെ മറ്റു രാജ്യങ്ങളിലൊന്നും നമ്മൾ കാണാത്ത ഒരു സാധനം. അതെ, പൊല്യൂട്ടഡ്, സൗണ്ട് പൊല്യൂഷൻ. പൊല്യൂട്ടഡ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പബ്ലിക് വാട്ടറിലേക്ക് ഈ ഓസ്ട്രേലിയയിലൊക്കെ നമുക്ക് വെള്ളമൊക്കെ കോരിയെടുത്ത് കഴിഞ്ഞാൽ ടൗണിൽ കൂടെ പോകുന്ന വെള്ളം കോരിയെടുത്ത് എന്ത് ക്രിസ്റ്റൽ ക്ലിയറാണ്. ആ സമയത്ത് നമ്മളുടെ ഇവിടെ പോകുന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ആമയഴിഞ്ഞാൻ തോടെന്നൊക്കെ പറഞ്ഞ് എല്ലാ വേസ്റ്റുകളും ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിലേക്ക് പോകുന്നു. കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളൊന്നാണ് ഇപ്പോൾ നേരെ നമ്മുടെ മുന്നിലുള്ള മറൈൻ ഡ്രൈവ്. ഈ മറൈൻ ഡ്രൈവിൽ ഈ കായൽ ഈ ഇരിക്കുന്നതല്ലേ, വെള്ളം കലങ്ങിയ വെള്ളമായിട്ട്, കലങ്ങിയ വെള്ളം മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇതുവരെ. എന്നാൽ പോലും ഇതിനെയും അങ്ങനെ നിലനിർത്താൻ പറ്റുന്നതാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ്, ഈ മലകൾ, ഇതൊക്കെ നമുക്കൊരു നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ്റെ അസറ്റാണ്. അതെ. അപ്പോൾ അതിനകത്ത് പിന്നെ ഈ ആരെ പ്രീണിപ്പിച്ചിട്ടാണെങ്കിലും ശരി, നമ്മൾ പോയി അതിൽ നിന്ന് കല്ലൊക്കെ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ഭയങ്കരമായി കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇത് പൊട്ടുമ്പം ആ മല തന്നെ കുലുങ്ങുകയാണ്. ഇപ്പോൾ ഉണ്ടായ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് ഇതാണ്. മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും അവഗണിച്ചു എന്നാണ് പറയുന്നത്. അവഗണിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് തോടുകൾ ആഴമില്ലാതായി പോവുക, സിറ്റിക്കകത്തെ നമുക്ക് ഓടകൾ കാണാതാവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമുക്കതൊന്നും എനിക്ക് തോന്നുന്നത് അതിവിടെ മാത്രമുള്ളതാണ്. നമ്മൾക്ക് ആരും ഇതിനെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ
ഇപ്പം നമ്മുടെ ജിജി തോമസൺ സാറ് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി തിരുവനന്തപുരത്തെ പല ഓടകളും അവിടെ തോടുകളുണ്ടായിരുന്നു അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ട് അവിടെ പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പലയിടത്തും കടകളാണ്, പ്രശസ്തമായ സ്ഥാപനങ്ങളാണ്. എങ്ങനെ പൊളിച്ചു മാറ്റാൻ പറ്റും? അല്ല, പൊളിക്കണം. അത് ഭരണാധികാരികൾക്ക് കാരണം അത് പൊളിച്ചു മാറ്റിയാൽ ഇപ്പം ഇവിടെ നമ്മളെ 2 ഫ്ലാറ്റുകൾ പൊളിച്ചു മാറ്റിയപ്പം അതൊരു വലിയ മെസ്സേജാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി അത്ര സ്ട്രോങ് ആയിട്ട് അതിൽ നിന്നത്. അപ്പം അത് അനധികൃതമായി കെട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ റാറ്റിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതുപോലെ കെട്ടാനായിട്ടുള്ള സാധ്യതകൾ. അപ്പം നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ വേണമെന്ന് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അത് കണ്ടിട്ടുള്ള ആ മാറ്റങ്ങൾ കൊണ്ട് എങ്ങനെയാണ് വികസിതമായിട്ടുള്ള ഒരു രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കണ്ട ഒരാൾ ഇവിടെ വന്ന് പറയുകയാണ് നമ്മളോട്. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ അത് അങ്ങനെയല്ല, അത് അയാൾക്ക് പൈസ ഉണ്ടാക്കാനും വലിയ ആളാവാനാണെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റോബിൻ്റെ അടുത്ത് ചോദിച്ചു മറ്റു രാജ്യങ്ങളിൽ കണ്ടതുമായിട്ടുള്ളൊരു വ്യത്യാസം ഇവിടെ പറയാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. വ്യത്യാസങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ മഴവെള്ളം പോകുന്നതിനാണോ ഇതിനാണോ ഏറ്റവും ഹോണാണോ? ചെറിയ മൈനർ സാധനങ്ങളാണ്. ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുക. പൊളിറ്റിക്കൽ ഹെഡ്, ഇപ്പോൾ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ബാക്കി മന്ത്രിമാരോ വകുപ്പ് മന്ത്രിമാരോ എല്ലാം ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാര്യം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു റെഗുലേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും അവിടെ ഒരു പിയൂൺ പോലും ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോജക്റ്റിന് എതിരെ നിൽക്കാം. ഭയങ്കരമായ കാലതാമസം. അതായത് പിന്നെ ഈ പൊളിറ്റീഷ്യൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരും വന്ന് സമരമൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു സമരവും ഇല്ല. ഈ ബ്യൂറോക്രസിയുടെ നൂലാമാലകൾക്ക് ഇവിടെ പെട്ടുകിടല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിന് അനുവാദം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ റിസർച്ച് ചെയ്യും, എന്തെങ്കിലും ഒരു ചെറിയ സംഭവമെങ്കിലും. അപ്പോൾ റൂളുകൾ എന്തെങ്കിലും വേഗമായിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തെ വളച്ചൊടിച്ച് ഒരു സംഭവം കൊടുക്കാതിരിക്കും. അപ്പോൾ ഈ പലപ്പോഴും ഈ കൈക്കൂലി കൊടുക്കുന്നവരൊക്കെ അവർ ഈ ഒരു സിസ്റ്റത്തിൻ്റെ വിക്റ്റിമാണ്. കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, കാരണം അതിൻ്റെ കോൺസിക്വൻസ് അത്രയും വലുതാണ്, അത്രയും കോൺസിക്വൻസസ് ഉണ്ട്. അപ്പോൾ ഈ പിന്നെ ഇവിടെ നമ്മൾ പിന്നെ എന്താണ് ഈ ഒരു പ്രോസസ്സ് അത് പിന്നെ ആർക്ക് വേണമെങ്കിലും തടയാം എന്ന് പറയുന്നൊരു സംഭവം അത് മറ്റൊരിടത്തും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല അങ്ങനെ ഇതുപോലെ ഡിലേ ആയിട്ട് വരുന്നത്. ഒട്ടും കാര്യക്ഷമമല്ല. തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല, മറ്റ് രാജ്യങ്ങളിലില്ല. ഞാൻ കേരളത്തിലെ ഒരു റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ സ്ഥാപനത്തിൽ ഒരു ദിവസം പോകേണ്ട ഒരു സാഹചര്യം വന്നു. അവിടെ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ഒരാഴ്ചയായിട്ട് 2000 രൂപ കൈക്കൂലി ചോദിച്ചതിൻ്റെ പേരിൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാൾ ഒരാഴ്ചയായി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഈ സ്ഥാപനത്തിൽ. അപ്പം അത് വളരെ സങ്കടകരമായൊരു കാഴ്ച എനിക്ക് കാണാനിടയായി. അപ്പോൾ ആ വിഷയം എന്നിട്ട് ഞാൻ ആ വകുപ്പിലെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്ത് കണ്ട ഒരു കാഴ്ച ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനത് പെടുത്താൻ വേണ്ടി. ഒരു സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാരിനാണ് ഇതിൻ്റെ മുഴുവൻ ചീത്തപ്പേരും ഉണ്ടാകുന്നത്. ഞാൻ അവിടുത്തെ ഭരണകക്ഷിയുടെ പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിച്ചപ്പം അവർ പറയുന്നത് മുഴുവൻ ചീത്തപ്പേര് ഇതിൻ്റെ പേരിലുണ്ടാവുന്നത് സർക്കാരിനാണ്. അതെ, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഹെൽപ്ലെസ് ആണ്. ഇവരെങ്ങനെ മാറ്റാൻ പറ്റും ഡോക്ടർ? വളരെ ഇതായിട്ട് എൻ്റെ ഒരു ശിഷ്യൻ, പുള്ളിക്ക് 2 കുട്ടികൾ എഞ്ചിനീയറിങ് കഴിഞ്ഞ 2 പെൺമക്കളുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇവിടെ ജോലി ചെയ്യാം. പുള്ളി പറഞ്ഞ് എന്നോട് അടുത്തിടെ പറഞ്ഞതാണ്, പിന്നെ ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ് സർക്കാരിൻ്റെ ജോലി വേണ്ട മക്കളെ, നിങ്ങളൊന്നേ വിദേശത്ത് പോകും, അല്ലെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തു. സർക്കാരിൻ്റെ ജോലി, കാരണം അവിടെ കാര്യങ്ങൾ ശരിക്കും നടക്കാതെ ഇരിക്കുന്നത് കൊണ്ടുള്ള പ്രാക്ക് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. സർക്കാർ ജോലി വേണം എങ്ങനെയെങ്കിലും എന്ന് പറയുന്ന ഒരച്ഛൻ പകരം തിരിച്ചവർ സർക്കാർ ജോലി വേണ്ട, ജനങ്ങളുടെ പ്രാക്ക് കേൾക്കണ്ട. കാരണം ചെയ്യുന്നത് സർക്കാർ ഒരുപാട് പ്രശ്നങ്ങൾക്ക് തടസ്സം ഇടുന്നത് മുഴുവനും. എന്നാൽ നല്ല മനുഷ്യന്മാർ ഇവർക്കിടയിൽ ഉണ്ട്, ഉണ്ട്, ധാരാളം പേരുണ്ട്, വളരെ നല്ല മനുഷ്യരുണ്ട്. പക്ഷെ അവരെയും കൂടെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അല്ലേ? അവർ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തതല്ല, ഇത് പിന്നെ പ്രധാനമായിട്ടും അതിനകത്തൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഒരാളെപ്പോലും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഒരാളെപ്പോലും ഒരു നടപടി എടുക്കാൻ പറ്റത്തില്ല. സംഘടനകൾ ചെയ്യാൻ പറ്റാഴികയൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ വളരെ കൃത്യമായിട്ട് നടക്കാറില്ലേ? കറക്റ്റ്. കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്നത്
ഓർഡർ ഇട്ടതിന് ശേഷം 1 മാസം കഴിഞ്ഞാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ജയലളിത ഭരിച്ചിരുന്ന സമയത്ത് ഇത്ര ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അവർ ഡയസ്നോൺ പോലുള്ള പിന്നെ മറ്റ് നിയമങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. കംപ്ലീറ്റ് ആൾക്കാർ ആ സമയത്ത് ജോലി ചെയ്തു അത്രേ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ജോലി പോകും, ഭയമില്ല. പൊളിറ്റിക്കൽ വില്ല് വന്നു കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതൊരു ഒരു സ്ഥലത്ത് മാത്രം വിചാരിച്ചാൽ പോരാ. അതിപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർ ഒത്തിരി പേരും പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പേഴ്സാണ്, ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫണ്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ അംഗസംഖ്യ അംഗബലം പൊളിറ്റീഷ്യൻസിന് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഇവർ തങ്ങളിലുള്ള, അതായത് പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഇക്കണോമിക്കലി ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വളരെ ശക്തമായ സപ്പോർട്ട് പൊളിറ്റിക്സിൽ നിന്ന് കിട്ടും. അതാ കാര്യം. ഏത് തലത്തിൽ വെച്ചുകൊണ്ട് നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും? അപ്പോൾ അങ്ങ് പഠിപ്പിക്കുന്ന മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, ഒരു മാറ്റത്തിന് കാരണമാക്കുക? ഏറ്റവും ലിക്വാനിയുടെ കാര്യം ഞാൻ പറയുമല്ലോ. അതെ. അപ്പോൾ ലിക്വാനിയെ പോലെ ഇച്ഛാശക്തിയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്താണ്? വോട്ടാ. കേരളത്തിൽ നോക്കിക്കോ, അടുത്ത 10 വർഷത്തിനകത്ത് ഈ ഉദ്യോഗസ്ഥ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അവരെ മാന്യമായിട്ട് ഡീസൻ്റായിട്ട് ജോലി ചെയ്യിക്കാൻ ആ ഒരു മാനിഫെസ്റ്റോയിൽ ഇറക്കുന്ന ആൾക്കാർക്ക് വോട്ട് കിട്ടും. ഓഹോ. കാരണം ജനം, ഞാൻ ചോദിക്കുന്നത്, ജനം ഏറ്റവും പൊറുതിമുട്ടി നിൽക്കുന്ന ഇതിലാണ്. അതെ, ഈ പറയുന്ന ഈ ബ്യൂറോക്രാറ്റുകളുടെ ഈ ഉദ്യോഗസ്ഥ. 20 വർഷം മുമ്പ് നമ്മൾ ട്രേഡ് യൂണിയനുകളെ കുറിച്ചും പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചും ആണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ വരുത്തുന്ന ഡിലേയും തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല മനുഷ്യരായ ഒരുപാട് പേരുണ്ട്, അവർ നിസ്സഹായരാണ്. അവർ ഇതിൻ്റെ അകത്ത് ഈ ചെയിൻ കണ്ണിക്കകത്ത് പെട്ടിരിക്കുകയാണ്. അതെ. അതാണ് അതിനകത്ത് വരുന്ന മാറ്റം. അപ്പോൾ ഇതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ മറ്റ് രാജ്യങ്ങളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും മാരകമായി ഇപ്പം നിൽക്കുന്ന ഈ സാധനമാണ്. ഓഹോ. അത് പക്ഷെ ജനം പൊറുതി മുട്ടിയിട്ട് അവസാനം ജനം അത് പൊറുതിമുട്ടിയാണ് നിൽക്കുന്നത്, ഭയങ്കരമായിട്ട് പൊറുതിമുട്ടിയാണ് നിൽക്കുന്നത്. ജനവികാരം അങ്ങേയറ്റം പൊറുതിമുട്ടിയാണ് നിൽക്കുന്നത്. അർഹതയില്ലാത്ത തരത്തിൽ പെൻഷൻ സമ്പ്രദായങ്ങളും അല്ലേ? അതെ, എല്ലാ വിധത്തിലും ഈ ഒരു സംഭവത്തിനകത്ത് ഞാൻ പറഞ്ഞില്ല, നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേങ്കിൽ ജനങ്ങളുടെ വികാരങ്ങളെക്കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും ധർമ്മം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ധർമ്മം അയാൾ പാലിക്കണം, ധർമ്മത്തിൽ നിലനിർത്തിക്കൊണ്ട് പാലിക്കണം. അപ്പോൾ ആ ധർമ്മം വിടുന്നു, അധർമ്മം എവിടെയൊക്കെ ഉണ്ടാകുന്നു അവിടെയെല്ലാം മാറ്റങ്ങൾ വന്നേ പറ്റുള്ളൂ. ധർമ്മബോധമുള്ള ഇത്തരത്തിലുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെടുകയും സംരംഭകർ ഉണ്ടാവുകയും അതിനെക്കുറിച്ച് കൃത്യമായ സംരംഭകർ ഉണ്ടാകുക എന്ന് പറഞ്ഞത് ഒരു 30 വർഷം മുമ്പ് ഞാൻ കണ്ട കേരളം, അന്ന് തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ തടസ്സങ്ങളിലൊന്നും കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. പ്രധാന മാറ്റം ഇപ്പോഴത്തെ, അന്ന് ട്രേഡ് യൂണിയൻസൊക്കെ ആയിരുന്നു, പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പറഞ്ഞ പോലെ അത് ഇവരിലേക്കാണ്. അവരാണ് അനാവശ്യമായ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത്. തടസ്സവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും സഹകരിക്കത്തില്ല. അതെ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ബിസിനസ്സുകാർ, ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ടല്ലോ, അവരിൽ നിന്ന് കേൾക്കുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അടുത്തൊരു ഒരു സ്റ്റാറ്റിക്സ് വായിച്ചു. ഒരു 20-26 സെക്രട്ടറിമാരാണ് ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് അല്ലേ? അതിൽ തന്നെ OBC ST ഒക്കെ വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ. ബാക്കി ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയില്ല, നമുക്കിപ്പോൾ മൊത്തം എടുക്കുമ്പോഴത്തേക്ക് 50% ആൾക്കാരും ഏതാണ്ട് OBC അതിലെല്ലാം വരുന്നത്. അതിലിപ്പോൾ പ്രധാനമായിട്ട് ഞാനത് ജാതി പറഞ്ഞത് മാത്രമല്ല, അപ്പോൾ അവർക്ക് നിർണായകമായ ഒരു സ്വാധീന ശക്തി കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അതിനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പം നമ്മൾ പോകുന്ന ഒരു 250-300 സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ എല്ലാം കൂടെ വരുമ്പോൾ അത്രത്തോളം വരും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു തീരുമാനം അനുസരിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ജനതയുടെ വിധി മുന്നോട്ട് പോകുന്നത്. അതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ മുകളിലുള്ള ഉദ്യോഗസ്ഥർ പൊതുവേ ഈ പബ്ലിക് ഇഷ്യൂ ആയിട്ട് കുറച്ചുകൂടെ പോസിറ്റീവ് ഫീലിംഗ് ഉള്ളവരാണ്. എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ്. എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും പിന്നെ എനിക്കുന്ന ഓറിയൻറ്റേഷൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ടും അങ്ങനെ മോൾഡ് ചെയ്യപ്പെട്ട ആളുകളാണ്. മോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും വകുപ്പ് തലവന്മാരും ഡയറക്ടറും ഒക്കെ ആ തലത്തിലുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ വകുപ്പിന് മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ താഴെയാണ് പ്രശ്നം. ഏറ്റവും താഴെ കട മുതലാണ്, താഴെ മിഡിലുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലാതെ പിന്നെ ടോപ്പിലല്ല. ലോകവീക്ഷണമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ
കാണാൻ കഴിയുന്നത്, ആ മാറ്റങ്ങൾ എങ്ങനെയാണ് സ്വന്തം രാജ്യത്ത് അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിൽ അതെങ്ങനെയാണ് അത് വെച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തത്. അപ്പോൾ ലോകം കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് ഡോക്ടർ പി വിജയൻ സാർ, അദ്ദേഹം ഏതാണ്ട് 68ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മറ്റൊരു വളരെ പ്രശസ്തനായിട്ടുള്ള യാത്രക്കാരനായിട്ടുള്ള ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, മലയാളിയുടെ സഞ്ചാരബോധത്തിന്, സഞ്ചാര മേഖലയ്ക്ക് വലിയ സംഭാവനകൾ, ഇത്രയും വലിയ സംഭാവനകൾ നൽകിയ ഒരാൾ ഇതുവരെയും ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുമായി, ആ പ്രസ്താവന വളച്ചൊടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം ഇതുവരെയും എന്തിനേയും ഏതിനേയും നമുക്ക് ദോഷൈക ദൃക്കോടെ കാണാൻ കഴിയുന്ന പൊതുവായിട്ടുള്ള മലയാളി ബോധം, എല്ലാവരും അങ്ങനെ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഈ ഒരു വിഷയത്തിലൂടെ സംസാരിച്ചപ്പോൾ നമ്മുടെ ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടുകൾ, ബ്യൂറോക്രസി സമൂഹത്തെ എങ്ങനെയാണ് വരിഞ്ഞു മുറുക്കി അതിലൊരു വികസനത്തിന് കടിഞ്ഞാണിട്ട് നിൽക്കുന്നത്, സ്വയം കടിഞ്ഞാണിട്ട് നിൽക്കപ്പെടുന്നത്, അതിൽ ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, അടുത്ത 10 വർഷം കൊണ്ടുള്ള മാറ്റങ്ങൾ, നല്ല ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന് എങ്ങനെ അതിനെ മറികടക്കാൻ പറ്റുമെന്നുള്ള തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.